ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അറിവിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാനായി സ്റ്റുഡിയോയിൽ പോകാറാണ് പതിവ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ നമ്മുടെ ഫോട്ടോകൾ എടുക്കാനൊക്കെ നമ്മൾ സ്റ്റുഡിയോയിൽ പോകാറുണ്ട്. എന്നാൽ നമുക്ക് സ്റ്റുഡിയോയിൽ പോകാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസിയായി നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രൗസറിൽ കട്ടൗട്ട് പ്രോ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായി ആദ്യം കാണുന്ന ലിങ്കാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനായി താഴെ കാണുന്ന ഈ പാസ്പോർട്ട് മേക്കർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്ലോഡ് ഇമേജ് എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫോട്ടോ അതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഫോട്ടോ സ്പെസിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോയുടെ സൈസ് കൂട്ടുവാനും കുറയ്ക്കുവാനും എല്ലാം സാധിക്കും. ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് രാജ്യത്തെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ കോമൺ സൈസ് എന്നുള്ള ഈ ഒരു ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കത് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെടുന്നത് ആ ഒരു കളർ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലൂ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം അടുത്ത ഓപ്ഷനാണ് നിങ്ങൾക്ക് ഡ്രസ്സ് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡ്രസ്സ് സെറ്റാവുന്നതാണ്. ഇനി നമുക്ക് ആ ഡ്രസ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒറിജിനൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒറിജിനലായിട്ട് വന്നിട്ടുണ്ട്. ശേഷം ഡൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ ആണുള്ളത്. ഒരുമിച്ച് 4-5 ഫോട്ടോകൾ ഒരുമിച്ച് നമുക്ക് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേപ്പർ സൈസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ 4 ഫോട്ടോ വന്നിട്ടുണ്ട്. ഇനി ഒരു 6 ഫോട്ടോ വേണമെങ്കിൽ 8 ഫോട്ടോ വേണമെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. എത്ര ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാനിവിടെ 8 ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ശേഷം ഡൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഡൗൺലോഡ് HD എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പ്രാവശ്യമേ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ടാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഈ ഫോട്ടോ സൂക്ഷിക്കാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പ്രിൻ്റ് ചെയ്ത് എടുക്കാനും സാധിക്കും. വളരെ ചെറിയൊരു അറിവാണിത്. നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നന്ദി, നമസ്കാരം.